Hi my dear beautiful souls, welcome back to my YouTube channel. ഞാൻ നിസ്മ മീർ, ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് ഒരു കത്ത് എഴുതിയാലോ? മറ്റാർക്കും അല്ല, യൂണിവേഴ്സിന് തന്നെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എന്നാൽ അതേസമയം കുറച്ച് ഫൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എന്താണ് ആ ടെക്നിക്ക് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് നമ്മൾ പല ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനും അതേപോലെ എനർജി വൈബ്രേഷൻ ഉയർത്താനൊക്കെ സഹായിക്കുന്ന നമ്മളെ യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെന്റിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദ ലെറ്റർ ടു ദ യൂണിവേഴ്സ് എന്നാണ് ഈ ഒരു മെത്തേഡിൻ്റെ പേര്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഓൾറെഡി നടന്നതായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ സ്നേഹത്തോടും നന്ദിയോടും കൂടി യൂണിവേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തിക്ക് കത്തെഴുതുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് മറ്റുള്ളതുപോലെ ഒരു സാധാരണ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അല്ല. നമ്മൾ സാധാരണ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിൽ എന്താണ് ചെയ്യാറുള്ളത്? നമ്മളൊരു പോസിറ്റീവ് അഫർമേഷൻ തയ്യാറാക്കിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്യാറുള്ളത് അല്ലേ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹം ഓൾറെഡി നേടിയതായിട്ട് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം. അതേപോലെ ആ ഒരു സ്നേഹത്തോടു കൂടി ആ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയുകയും നമ്മളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ ഹൈ ആക്കി നമ്മൾ യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിൽ വരാനായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മളെ സഹായിക്കും. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. നമ്മൾ എഴുതുന്നതും പറയുന്നതായിട്ടുള്ള ഓരോ വേർഡ്സിന് എനർജി ഉണ്ടല്ലേ. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആണ് നമ്മൾ എഴുതുമ്പോൾ. അതുകൊണ്ടാണ് പല മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിലും നമ്മൾ എഴുതുന്നത് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഈ എഴുതുമ്പോൾ എങ്ങനെയാണ് ഇത് ഇത്ര പവർഫുൾ ആകുന്നത്? നമ്മൾ ഓരോ വേർഡ്സ് എഴുതുമ്പോൾ അതിൻ്റെ എനർജി നമ്മളുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യും. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് എന്താ? ഇമോഷൻസ്, ഫീലിങ്സ്, ഇമേജസ് ഒക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ലാംഗ്വേജുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു വിശ്വാസമായിട്ട് വേഗത്തിൽ പതിയുകയും നമ്മൾ റിയാലിറ്റി ആക്കി മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മളുടെ ഈ മെത്തേഡിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ ഇമോഷൻസിലൂടെ നമുക്ക് എന്താണ് വേണ്ടത് എന്നതിലുപരി നമ്മൾക്കത് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യും എന്നതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമോഷൻസ് ഡയറക്റ്റ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ എനർജി വൈബ്രേഷൻ ഹൈ ആവുകയും നമ്മളുടെ ഡ്രീമിനനുസരിച്ചിട്ടുള്ള എനർജി വൈബ്രേഷനിലോട്ട് നമ്മൾ എത്തി യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിലാവുകയും നമ്മളുടെ ആഗ്രഹം റിയാലിറ്റി ആയി മാറുകയും ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ശാന്തമായും സ്വസ്ഥമായിട്ടും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളൊരു 3-5 ഡീപ് ബ്രെത്ത് എടുത്ത് സ്വയം ഒന്ന് റിലാക്സ് ആവുക. നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം അതേ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം ഞാൻ ഇനി പറയാൻ പോകുന്ന അഫർമേഷൻ നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്നത്ര ഒച്ചത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് അഫർമേഷൻ. ഡിയർ യൂണിവേഴ്സ്, എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നന്ദിയോടെ ഞാൻ തയ്യാറായിരിക്കുന്നു. ഇതൊരു 3 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കത്ത് ആരംഭിക്കുക. അതായത് നമുക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ കത്ത് ആരംഭിക്കുക. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ എനർജി വൈബ്രേഷൻ ഹൈ ആക്കാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡിയർ യൂണിവേഴ്സ്, നീ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്നേഹത്തിനും അനുഭവങ്ങൾക്കും അതിൽ നിന്നും എനിക്ക് നീ തന്നിട്ടുള്ള പാഠങ്ങൾക്കും നന്ദി. ഇതുവരെ എൻ്റെ വഴികാട്ടിയായി എൻ്റെ കൂടെ നിൽക്കുന്നതിനും നന്ദി. ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ മാറ്റി എഴുതാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം നടന്നതായി സങ്കല്പിച്ചുകൊണ്ട് എഴുതുക. ഇതാണ് ശരിക്കും കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇത് എഴുതുമ്പോൾ ഓൾറെഡി നടന്നതായിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് നമ്മുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ഇമോഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ ആ ഇതിനെക്കുറിച്ചിട്ട് എഴുതണം. ആഗ്രഹങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ എപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഒന്നും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കരുത്.
നിങ്ങൾ മനസ്സിൽ അത് നടന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തുറന്ന മനസ്സോടുകൂടി തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ആ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ വിവരിച്ചു കൊടുക്കുമോ അതേപോലെ വിവരിച്ചുകൊണ്ട് ആ കത്ത് എഴുതുക. ഇനി സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നതായിട്ട് എഴുതിയില്ലേ, അതിനുശേഷം യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസം കത്തിൽ പ്രകടിപ്പിക്കണം. എന്നിട്ട് വേണം ആ കത്ത് അവസാനിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിന്നിൽ ഞാൻ അർപ്പിക്കുന്നു. ഇത്രയും നാൾ ഒരു വഴികാട്ടിയായി നീ എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇനിയും നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം ശരിയായ സമയത്ത് നടത്തിത്തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാറ്റി എഴുതാവുന്നതാണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് സ്നേഹത്തോടും നന്ദിയോടും കൂടി അതേപോലെ വിശ്വാസത്തോടും കൂടി പേരെഴുതി സൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്നേഹത്തോടും നന്ദിയോടും കൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക, ഒപ്പിടുക. നമ്മൾ സാധാരണ കത്ത് ചുരുക്കുന്നത് പോലെ നിങ്ങളുടെ സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് ചുരുക്കില്ലേ, അതിന് പകരം ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും കൂടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക, ഒപ്പിടുക. ഇനി കത്ത് എഴുതിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇനി പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 വഴികളാണ് ഉള്ളത്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു കത്ത് കത്തിക്കുക എന്നുള്ളതാണ്. കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി, അത് നിങ്ങൾക്കിപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഞാനിവിടെ ഒരു വൈറ്റ് ലൈറ്റായിട്ട് ഞാൻ പറയുകയാണ്. ഒരു വൈറ്റ് ലൈറ്റായിട്ട് യൂണിവേഴ്സിലേക്ക് ലയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ കത്ത് നിങ്ങളുടെ തലയിണയിൽ അതായത് പില്ലോയുടെ അടിയിൽ 21 ദിവസം നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. അതെടുത്ത് വായിക്കുക, ഇതൊന്നും വേണ്ട, പില്ലോയുടെ അടിയിൽ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേർണലിൽ ഈ കത്ത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ അതെടുത്തിട്ട് വായിക്കുക. ഒരു 21 ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും പൂർണ്ണ വിശ്വാസത്തോടു കൂടി യൂണിവേഴ്സിന് അത് സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾ ആലോചിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അതിന് പകരം പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മുടെ മൈൻഡിനെ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അലൈൻ ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെയാണ് ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് എനർജിയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ യൂണിവേഴ്സ് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡൗട്ട് അടിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷനാണ് പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിന് അതങ്ങോട്ട് സമർപ്പിക്കുക. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങളൊരു പവർഫുൾ ക്രിയേറ്റർ ആണെന്നുള്ളത് നിങ്ങൾ മറക്കാണ്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നേടാനുള്ള കഴിവ് നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ട്. സോ യൂസ് യുവർ പവർ ടു ക്രിയേറ്റ് യുവർ ഡ്രീം ലൈഫ്. ഈ ടെക്നിക്ക് എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.